ചർച്ചയില്ല. അച്ഛന് ഭയങ്കര ഒരു ആവേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കോസ്റ്റ്യൂം ട്രയലിന് ചെന്ന ദിവസം എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിരുന്നു. അതിനു മുമ്പ് ഒക്കെ നമുക്കും ഇങ്ങനെ നമ്മൾ അങ്ങനെ അച്ഛനെ ഭയങ്കര മൊബിലിറ്റിയിൽ ഇങ്ങനെ കാണുന്നില്ലല്ലോ, വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് മനോട്ടൻ ഇങ്ങനെ ഫോട്ടോ അയച്ചപ്പോൾ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് നിൽക്കുന്ന ഫോട്ടോസാണ് അയക്കുന്നത്. അപ്പോൾ അപ്പം തൊട്ട് ഫീൽ ചെയ്തിരുന്നു ഇതാണ് അച്ഛനുള്ള ഒരു അച്ഛൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. പിന്നെ ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് സ്ക്രിപ്റ്റ് ഇങ്ങനെ മനപ്പാഠം ചെയ്യുന്നതൊക്കെ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റും. രാവിലെ നമ്മൾ മോളിൽ നിന്ന്, എൻ്റെ റൂം മുകളിലാണ് കണ്ടനാട് വീട്ടിൽ, അപ്പോൾ മോളിൽ നിന്ന് ഇങ്ങനെ കേൾക്കാം, ഉറക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുന്നത് കേൾക്കാം. ഇല്ല, ശരിക്കും സാറ് വർക്ക് ചെയ്യുന്ന സമയത്തും ആ പഴയ ഒരു കോമഡി തഗ്ഗൊക്കെ ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ സീനിൽ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പം ഫിസിക്കൽ വൈസ് ശരിയാണ്, ആൾ ഭയങ്കര ഡൗൺ ആയിട്ട് ഇത്രയും ബെറ്റർ ആയതാണ്. പക്ഷേ എങ്കിൽ പോലും ആ പഴയ ശ്രീനിയേട്ടനുണ്ടല്ലോ, നമ്മൾ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു ലെജൻഡ് റൈറ്റർ കം ഡയറക്ടർ ഉണ്ടല്ലോ, ആക്ടർ. സോ അത് ഡെഫിനറ്റ്ലി ഇതിലുണ്ടാവും. അല്ല, ഞാനന്ന് ശ്രീചേട്ടൻ അവിടെ വെച്ച് കണ്ടെങ്കിൽ ക്യാരവൽ വെച്ച് ഞങ്ങളൊരു വീഡിയോ എടുത്തത് ഭയങ്കര വൈറലായി. അത് ശ്രീചേട്ടൻ മനസ്സിനല്ലോ, ഇനിയെങ്കിലും നന്നായി കൂടെ ഹൈദരാബാദ് എന്നോട് ചോദിക്കുന്നത്. ഞങ്ങൾ വീഡിയോ എടുക്കും, ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറേ ആളുകൾ ഏറ്റെടുത്തിട്ട് ഇനിയെങ്കിലും എന്നോട് നന്നായി കൂടെ എന്ന് മറ്റ് കമൻറ്റുകൾ വന്നു. വിനയേട്ടൻ കൂടെ പറഞ്ഞു, അല്ല ശ്രീചേട്ടൻ കൂടെ പറഞ്ഞു ഇനിയെങ്കിലും നന്നായി കൂടെ എന്ന് എന്നോട് ചോദിച്ചാൽ. അപ്പം ആ സമയത്തും അദ്ദേഹം കൊണ്ടുവരുന്ന ആ സാധനങ്ങളുണ്ടല്ലോ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും അങ്ങനെയാണ് ശ്രീചേട്ടൻ. അതിനുശേഷമാണ് ഹൈദർക്ക അല്ല, അതിപ്പോ ചോദിച്ചില്ല, പിന്നെ ചോദിക്കാനില്ല, അതുകൊണ്ടോ തോന്നരുത്. കറക്റ്റ് കൗണ്ടറിൽ വന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ എന്നുള്ള.